ആരാണെന്ന് പറ. കറവക്കാരൻ അണ്ണാച്ചി അല്ല. ഇൻസ്റ്റാൾമെന്റുകാരി മുത്തു അല്ല. എന്നാ പിന്നെ അയൽവക്കത്തെ രാജണ്ണൻ. ജാനു ഇത് ഞാനാ. അശ്വ മുതലാളിയായിരുന്നോ? എന്താ ജാനു നീ പേടിച്ചു പോയോ? ഇല്ല. പിന്നെ ഭയന്നു പോയി. ഉള്ളത് പറയാലോ. വേണ്ട മുതലാളി. കാരണം ഒരു ചിരിക്കും. ജാനു അന്തസ്സും അർശസ്സുമുള്ള തറവാടാ ഇത്. മുതലാളി തൃപ്രയാറായിട്ടും. തൃപ്രയാറോ? അല്ല, ഇത്ര പ്രായമായിട്ടും മുതലാളിക്കൊരു മാറ്റവുമില്ല. മുതലാളി എന്താ എന്ത് പറ്റി? മുതലാളി നമ്മുടെ വീട്ടുമുറ്റത്ത് എന്താണ്? ഇൻസ്റ്റാൾമെന്റുകാരൻ അണ്ണാച്ചു നിൽക്കണം. മുതലാളിയോട് അങ്ങോട്ട് ചെല്ലാൻ. കടക്കണാപ്പടി പട്ടിക്ക് പുറത്ത് പോ. മുതലാളി ഇവിടുത്തെ ഉപ്പും മല്ലിയും മുളകും പഞ്ചാരയൊക്കെ കട്ട് നിന്ന് വളർന്ന എന്നോട് ഇത് വേണ്ടായിരുന്നു മുതലാളി. മുതലാളി കൊച്ചമ്മ ഇവിടെ ഇല്ല. ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. ഹരിത മുതലാളി, ഹരിത് മുതലാളി, ഹരിത്. നോക്കി നിൽക്കാതെ എന്നെ വേഗം പീഡിപ്പിക്കൂ. നീ എന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചേർന്ന് തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പൊന്ന് മുടക്കും ഞാൻ. മുതലാളി തിരുവിൽ വാമലിയിൽ നേതിച്ചു കൊണ്ടുവരും ഇളനീർക്കുടം നിന്റെ തലക്കടിച്ച് ഉടയ്ക്കും ഞാൻ. സുഭദ്രൻ ഞാൻ വേണ്ട, നിങ്ങൾ ഒരാണാണോ? ഭാര്യയില്ലാത്ത നേരം നോക്കി വേലക്കാരിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് കരുതിയ ഞാനാണ് വിട്ടി. കൊച്ചമ്മേ. സുഭദ്രൻ ഞാൻ. നിങ്ങൾ ഒന്നും പറയണ്ട. ഈ വേലക്കാരി കുളിക്കുമ്പോൾ നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. മുതലാളി എന്തിനാ എന്നെ തല്ലിയത്? ഞാൻ നിന്നെ തല്ലും തൊല്ലും തെല്ലും. ഇനി മുതൽ കുളിമുറിയുടെ വാതിൽ തുറന്നിട്ട് വേണം കുളിക്കാൻ. എന്തിന്? ഞാൻ ഒളിഞ്ഞു നോക്കിയെന്നുള്ള പരാതി ഈ തറവാട്ടിൽ ഇനി മുഴങ്ങി കേൾക്കരുത്. ഈശ്വര, ഇതൊക്കെ കാണാണ്ടിരിക്കാൻ എന്നെ ആരെങ്കിലും ഒന്ന് കൊന്നു തരാമോ? ശരി, നീ പറഞ്ഞത് അനുസരിച്ചില്ലെന്ന് വേണ്ട. അയ്യോ അയ്യോ, വിട മനുഷ്യ. ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് കാര്യമാക്കിയല്ലേ? ഈ അപമാനം സഹിച്ച് ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. നിന്റെ കൈ കൊണ്ട് ഞാൻ ചാകണ്ടെങ്കിൽ നീ കയറിപ്പോടി. ഞാനകത്ത്. പോത്തോ? അകത്ത്. നിങ്ങൾ അതിര് കിടക്കുന്നു. നീ അതിരളന്ന് കുറ്റിയടിക്ക്. ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ നിങ്ങൾക്ക് കുലം കുത്തി ഒഴുകുന്ന കാട്ടാറിലേക്ക് ചാടി ചത്തൂടെ? സുഭദ്ര അങ്ങനെ നീ പളുങ്കുകൾ ചിതറിവീഴുമീ നിമിഷസാഗരം ശാന്തമാകുമോ? ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോടൊരു ചോദ്യം. ഈ പാട്ടുരംഗത്ത് ഞങ്ങളുടെ ലൈറ്റ് വർക്കർ ശശാങ്കൻ വലിച്ച ബീഡിയുടെ പേരെന്ത്? ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് സമസ് ചെയ്യുക. ഞങ്ങളുടെ ഫോർമാറ്റ് ISRO സ്പേസ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അകലെ അകലെ എവിടെയോ നോവിന്നലഞ്ഞോറിഞ്ഞുവോ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലെന്ന്. ഓ, അമ്മാവനുണ്ടെന്ന് മനസ്സിലായി. ഈ നശിച്ച പട്ടി ദൂരെ ചാത്തട്ടല്ലോ. ആരോ ഉമ്മർത്ത്? രഘുവേട്ടൻ. രഘുവേട്ടൻ ഈ വേഷത്തിൽ? 17 വർഷങ്ങൾക്ക് മുമ്പ് MBBS പഠിക്കാൻ പോയ ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായി IAS കരസ്ഥമാക്കി ഒരു പോലീസ് ഓഫീസറായി തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലെ സബ് SI ആടി. അപ്പച്ചേട്ടൻ അല്ലടി, നിന്റെ പഴയ രഘുവേട്ടൻ. രഘുവേട്ടൻ ഓർമ്മയുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല. പണ്ട് പുഴയോരത്തെ പൊഴിമണ്ണിൽ തലയും കുത്തി മറിഞ്ഞിരുന്ന നമ്മുടെ ബാല്യകാലം. നീ എന്താ ആലോചിക്കുന്നത്? ഇതൊക്കെ എന്നാ? കുഞ്ഞുനാളിൽ അമ്പിളി അമ്മാവനെ കാണണമെന്ന് പറഞ്ഞ് നീ വാശ പിടിച്ച് കരയുമ്പോ അയൽവക്കത്തെ അമ്പിളിയുടെ അമ്മാവനെ ഞാൻ നിനക്ക് കാണിച്ചു തന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു. എന്റെ രഘുവേട്ടാ. ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോട് വീണ്ടും ഒരു ചോദ്യം. ഈ പാട്ടുരംഗം നടക്കുമ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ തങ്കപ്പൻ അടിച്ച ബ്രാൻഡിയുടെ പേരെന്ത്? ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് സമസ് ചെയ്യുക. ഞങ്ങളുടെ ഫോർമാറ്റ് ISRO സ്പേസ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ.
ദേവുട്ടി, നീ വിളിച്ചാൽ എന്നോടൊപ്പം ഈ വീട് ഇറങ്ങി വരണം. എവിടേക്ക്? ചെറുതാണെങ്കിൽ 1 ഏക്കർ പുരയിടത്തിൽ എനിക്കുണ്ടൊരു വീട്. അത് വീടോ കൊട്ടാരമോ? വീടുമല്ല കൊട്ടാരവുമല്ല, പിന്നെ ലക്ഷം വീട് കോളനി. നമ്മുടെ വിവാഹത്തിന് എന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നിന്റെ അച്ഛനെ കൊന്നു ഞാൻ കായലിൽ കെട്ടി താഴ്ത്തും. കൊല്ലരുത്, ദൈവമാണ് എന്റെ അച്ഛൻ. നിർത്തടി. ദൈവമല്ലടി, ഞാനാ നിന്റെ അച്ഛൻ. ദൈവത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല. അമ്മവാ, അമ്മാവല്ലടാ, ആട്ടമാവ. കടകട പുറത്ത് ദേവൂട്ടിയെ ഞാൻ കൊണ്ടുപോകുന്നു. നടക്കില്ല. നടക്കണമെന്നില്ല. ഞാൻ എടുത്തോണ്ട് പോക്കോളാം. രഘുവേട്ടനെ കണ്ട അന്നു മുതൽ എന്റെ മനസ്സിൽ മോഹം നാമ്പെടുത്തതാണ്. എനിക്ക് നാം പെടുത്തിട്ടില്ല. നിങ്ങളുടെ നാമ്പും കൂമ്പും ഞാൻ എടുക്കും. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ അക്ഷരത്തെറ്റ് വരുവാടാ. കാളെ വാല് പൊക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തിന്? ആ ചാണകമെടുത്ത് ചെടിച്ചട്ടിക്കിടാൻ. നിന്റെയൊക്കെ ആട്ടിൻ സൂപ്പും കേട്ട് ആട്ടിൻ സൂപ്പോ? അല്ല, ആട്ടും തുപ്പും കേട്ട് കഴിയാൻ എനിക്കാകില്ലെന്ന്. ഞാൻ ഇപ്പൊ പോകുന്നു, പക്ഷെ ഞാൻ ഇനിയും തിരിച്ചു വരും. എന്തിന്? ഈ പിടിവലിക്കിടയിൽ കളഞ്ഞു പോയ എന്റെ കായാ വീടി തപ്പിയെടുക്കാൻ. എന്താടാ ശങ്കര? മുതലാളി, നമ്മുടെ മൂവാണ്ടമ്മാവിൽ തൂകിയാടുന്ന ശവം ആരുടെ ശവമാണെന്ന് തിരിച്ചറിഞ്ഞോടാ? കാക്കയുടെ ആണോ പ്രാവിന്റെ ആണോ എന്നൊരു സംശയം. കടകടാപടി പട്ടിക്ക് പുറത്ത്. പോടാ, പോ. അച്ഛാ, ഞങ്ങളെ തമ്മിൽ പിരിക്കരുത്. ആരെ പിരിച്ചാലും നിങ്ങളെ ഈ അച്ഛൻ പിരിക്കില്ല മക്കളെ. അച്ഛാ, നിങ്ങളെ പിരിക്കാൻ എന്റെ കയ്യിൽ രസീത് കുറ്റിയില്ല മോളെ. ശാന്തിയില്ലാത്ത ജീവിതം എനിക്ക് മടുത്തു. ശാന്തി എവിടെയുണ്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഏതമ്പലത്തിലെ ശാന്തി അടി? അച്ഛാ, മോളെ, കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുന്നം വർക്കിടെ. ഏ? അങ്ങനെ അടി ഞാൻ നിന്നെ വളർത്തിയത്. അച്ഛാ, മോളാ. മോളയോ? അല്ല മോളെ. എന്താ ഇവിടെ? നീ ഇത്രയും നേരം എന്തെടുക്കുകയായിരുന്നു? അരി കഴുകി അടുപ്പിലിടുകയായിരുന്നു. ചുമ്മാതല്ല, ഞാൻ മാസാമാസം വാങ്ങിക്കൊണ്ടുവരുന്ന അരിയൊക്കെ തീരുന്നത് എല്ലാം കഴുകി അടുപ്പിലോട്ടല്ലേ ഇടുന്നത്. വേണ്ട, കോപിക്കാണ്ട്. ഓഹോ, ഇന്നാണല്ലേ ഗോപിയുടെ ആണ്ട്. ആട്ടെ, ഇന്നെന്താ അത്താഴത്തിന് കഴിക്കാൻ? വിഷം. നീ കഴിച്ചു കിടന്നോ? എനിക്ക് തീരെ വിശപ്പില്ല. പൊങ്ങുന്നോ? അല്ലല്ല, അങ്ങുന്നേ കാര്യം പറടാ. നമ്മുടെ ദേവിക കുഞ്ഞ് അടുക്കളയിൽ ഗ്യാസ് കത്തിച്ചപ്പോൾ ഗ്യാസ് തീർന്നു മുതലാളി. കടക്കടാപടി പട്ടിക്ക് പുറത്ത്. പോടാ, പോ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ദേ, നമ്മുടെ മോളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറ് വരുന്നു. ആ, ദേവൂട്ടി ഇല്ലേ ഇവിടെ? മോളെ, ദേ സാറ് വന്നിരിക്കുന്നു. ഹായ്, സാറ് വന്നോ? വാ സാറേ. ആ, പിന്നെ ഒരു കാര്യം, നാളെയാണ് കുട്ടിയുടെ പരീക്ഷ. അതുകൊണ്ട് ഞാൻ അകത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കിടന്ന് ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കരുത്. അത് കുട്ടിയുടെ പഠിത്തത്തെ സാരമായി ബാധിക്കും. വാ സാറേ, നമുക്ക് അകത്ത് പോയിരുന്ന് പഠിക്കാം. എന്റെ മോൾ പഠിക്കാൻ മിടുക്കിയാ. ഇവിടെ ആരുമില്ലേ? ആരാ അത്? ഈ പട്ടി കടിക്കോ? ആ പട്ടി കടിക്കത്തില്ല. അതിന്റെ അപ്പുറത്ത് നല്ലോണം കടിക്കുന്ന ഒരു പട്ടി കിടപ്പുണ്ട്. അതിലൂടെ ഇങ്ങ് പോര്. ഇത് സുഭദ്രയുടെ വീട് തന്നെ അല്ലേ? ദേ, നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? എന്നെ പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച എന്റെ സാറാ. സാറാകെ എങ്ങ് വയസ്സായി. വാ സാറേ. എന്റെ ഉള്ളിലെ ഭാര്യ ഒന്ന് ഇറക്കി വെക്കാൻ ഒരിടം വേണം. ആ, മനസ്സിലായി മനസ്സിലായി. ദേ അപ്പുറത്താ കക്കൂസ്, അങ്ങോട്ട് പോയാട്ടെ. സാറ് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല സുഭദ്ര. ആ സുഭദ്രേ, നീ സാറിനെ അകത്ത് കൊണ്ടുപോയി വയറ് നിറച്ച് ഭക്ഷണം കൊടുക്ക്. വാ സാറേ. അമ്മാവാ, നീ തിരിച്ചെത്തിയല്ലേ? തിരിച്ചെത്താനുള്ളതല്ല, കത്തിച്ചു വെക്കാനുള്ളതാണ്. അനങ്ങി പോകരുത്. അനങ്ങാതെ എങ്ങനെയാണ് പോകുന്നത്? ഉത്തരം പറയുന്നോടാ. തറയ്ക്ക് ഉത്തരം തന്നെയാ പറഞ്ഞത്. അരി തിന്നതും പോരാ, സാരിച്ചേ കടിച്ച പോരാ, പിന്നെയും നായ്ക്ക് മുറുക്കോ മുറുക്കോ? അല്ല മുറുമുറുപ്പോ. എനിക്ക് ദേവൂട്ടിയെ കാണണം. കാണാൻ പറ്റില്ല. കാണണമെന്നല്ലേ പറഞ്ഞത്? അവൾക്ക് എക്സാം ആണ്. അവളകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഓടാ പുറത്ത്. ദേവുടേ, ഓടാ പട്ടി. ദേവുട്ടിയെ. ഓടാ. നാശങ്ങൾ! ഇത് വലിയ ശല്യമായല്ലോ. നിങ്ങളോടല്ലേ പറഞ്ഞത് അകത്ത് മാന്യമായി ക്ലാസ് എടുക്കുമ്പോൾ പുറത്ത് ബഹളം വെക്കരുതെന്ന്? ദേ സാറേ, എന്റെ ചുരിദാറിങ്ങി തന്നാൽ സാറിന്റെ ജുബ്ബി അങ്ങ് തരാമായിരുന്നു. എടാ മഹാഭാവി, നിന്നെ ഇന്ന് ഞാൻ എന്താ കുട്ടികളെ അവിടെ ഒരു
ബഹളം? ഇത് നോക്ക് മാഷ്, മകളെ പഠിപ്പിക്കുന്ന സാറാണെന്ന് കരുതി ഒരല്പം സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഇയാള് കാണിച്ചു വെച്ചിരിക്കുന്ന പണി കണ്ടോ? കുട്ടികളല്ലേ, വിട്ടുകളാ.